ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. ഇന്ന് നമ്മൾ വെളുത്തുള്ളിയുടെ കുറച്ച് സ്പെഷ്യൽ കാര്യത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പണ്ട് കാലത്ത് ഈ ഈജിപ്ഷ്യൻസ് അല്ലെങ്കിൽ ചൈനീസ് അവരൊക്കെ വെളുത്തുള്ളി യൂസ് ചെയ്തിരുന്നത് ഈ ശാത്താന്മാരെയും അതേമാതിരി വെയർവോൾസ്, വാമ്പയേഴ്സ് ഇവരെയൊക്കെ ഒഴിവാക്കാനായിട്ടാണ് വെളുത്തുള്ളി ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഈ ഉപ്പ് അല്ലെങ്കിൽ ചിലവരുടെ വാതിലിൻ്റെ മുകളിൽ നാരങ്ങയും മുളകൊക്കെ വെച്ച് തൂക്കിയിടില്ലേ, അതേമാതിരി വെളുത്തുള്ളിയും ഇതേമാതിരി ചെയ്തിരുന്നു ഒരു കാലത്ത്. അതിനുള്ള ഒരു എനർജി വെളുത്തുള്ളിക്കാണ്. അത്രയും പോസിറ്റീവായിട്ട് അത്രയും ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെളുത്തുള്ളി. ഇതിന്റെ സയന്റിഫിക് നെയിം ആലിയം സത്തൈവം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിന്റെ രസോന എന്ന് പറയും. ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങൾ വെളുത്തുള്ളിക്കുണ്ട്. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെയാണ്. അത് ഞാൻ പിക്ചറിൽ കാണുന്ന മാതിരി നമുക്കിങ്ങനെ ഒരു മാലയിട്ട് ഇടാം, അല്ലെങ്കിൽ അതിനെ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നമ്മളൊരു ചിമ്മിനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും, അവിടെ ഇങ്ങനെ റബ്ബ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഒരു കീ ഹോൾ ഉണ്ട്, അവിടെ നമുക്ക് റബ്ബ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന നെഗറ്റിവിറ്റി ഒന്നും അകത്തോട്ട് കിടക്കില്ല എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത്. ഈ നമ്മുടെ കൊറിയൻ മഗ്വാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഒരു ചെടിയാണത്. കർപ്പൂര തുളസി എന്നാണ് നമ്മുടെ ഇതിനത് പറയാം മലയാളത്തിൽ. അപ്പോൾ അതിന് കൊറിയൻ മഗ്വാട്ട് എന്നാണ് പേര്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പേര് വന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടി, ഇതും വെളുത്തുള്ളിയുടെ ഒരു 20 കഷ്ണങ്ങൾ കേട്ടോ, പീസ് ഞാൻ പറഞ്ഞ ഇത് രണ്ടും ഒരു 100 ദിവസം കഴിച്ചാൽ, പണ്ട് കാലത്ത് ഒരു മിത്താണ്, ഒരു കരടി ഒരു സ്ത്രീയായി മാറി എന്നുള്ളൊരു മിത്തിന്റെ, ഇറ്റ്സ് എ മിത്ത്. അത് സ്റ്റോറി ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ അത്രയും ഗുണങ്ങളുള്ള ഒരു സാധനമാണ് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിക്ക് ഒരു 10 മിനിറ്റ് ഗാർലിക് റൂൾ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മളിത് ശരിക്കും പറഞ്ഞാൽ റോ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും അത് ക്രഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു ലിക്വിഡ് വരും, AMS. ഓക്കെ, അലിസിൻ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അലിസിൻ. അത് ഇതിലുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്, അലയൽ മീഥൈൽ സൾഫൈഡ്. ഈ ലിക്വിഡ് അതിൽ നിന്ന് പുറത്തോട്ട് വരും. എന്നിട്ട് നമ്മളിത് കഴിച്ചതിന് ശേഷം ഈ ലിക്വിഡ് ബ്ലഡിലൂടെ വന്ന് അതിലൂടെ ലങ്സിലൂടെ വന്ന് പിന്നെയാണ് വായനാറ്റം വരുന്നത്. നിങ്ങൾ വേറെ എന്തെങ്കിലും എനിക്ക് പ്രതീക്ഷിച്ചത് എനിക്കറിയാം. അപ്പോൾ ഈ വായനാറ്റം അങ്ങനെയാണ് വരുന്നത്. ഈ ലിക്വിഡ് പുറത്തോട്ട് വരുന്ന കാരണം നമ്മൾ കഴിച്ചതിന് ശേഷം ഇതുകൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ വെളുത്തുള്ളി ഒരു കറിയിലായിട്ട് ഇട്ട് കഴിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വായനാറ്റം മാറാനുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതിലിടാം. ഇത് ശരിക്കും പാല് സിപ്പ് ചെയ്ത് കുടിച്ചാൽ വായനാറ്റം മാറിക്കോളും. അപ്പോൾ ഇതിലുള്ള ലിക്വിഡ് അലിസിൻ, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹെൽത്തിൻ്റെ ഈ പറഞ്ഞ മാതിരി ബ്ലഡ് വെസൽസ് റിലാക്സ് ചെയ്ത് ബ്ലഡ് ഫ്ലോനെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കുറയാനായിട്ട് ഗാർലിക് ഉപകാരമാണെന്ന് പറയുന്നത്. അതേമാതിരി ബാഡ് കൊളസ്ട്രോളിനെ മാറ്റും. ഇതിലുള്ള ഗ്ലൂട്ടത്തിയോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിന് റിലീസ് ആകുമ്പോൾ അത് നമ്മുടെ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ലിവറിന് നല്ലതാണെന്ന് പറയുന്നത്. മെമ്മറി ബൂസ്റ്ററാണ്, റിച്ച് ഇൻ വിറ്റമിൻ C, B6, മാംഗനീസ് ആൻഡ് സെലീനിയം. ഈ മാംഗനീസും സെലീനിയം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ പിക്ചറിൽ ഇടുന്നുണ്ട്, അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേപോലെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ആ പ്ലേറ്റ്ലെറ്റ്സിന് ഇതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതേമാതിരി ഇറ്റ്സ് എ വെരി ഗുഡ് മോസ്കിറ്റോ റിപ്പല്ലൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നെഗറ്റിവിറ്റിനെ കളയും എന്ന് പറഞ്ഞിരുന്നു. വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മുടെ തലേൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊതുകും കടിക്കില്ലെന്ന് മാത്രമല്ല മൂക്ക് നന്നായിട്ട് തുറക്കുകയും ചെയ്യും. ആർക്കെങ്കിലും മൂക്കടപ്പുണ്ടെങ്കിൽ, കോൾഡ് ഉണ്ടെങ്കിൽ, തുമ്മലുണ്ടെങ്കിൽ ഈ പറയുന്ന വെളുത്തുള്ളി ചതച്ചിട്ട് അടുത്ത് വെച്ചാൽ മതി, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, ആ വീഡിയോ കാണണം. ഇതിൻ്റെ 2ാം ഭാഗം എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ആ വീഡിയോയിൽ കാണാം ഒരു പാമ്പ്, അതിന് ചുറ്റും വെളുത്തുള്ളിയുടെ ഒരു മതിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു എലി അവിടെ ഉണ്ട്, നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഈ പാമ്പിന് ശരിക്കും എലീനെ തിന്നാം, പക്ഷെ അതിന് തൊടാൻ പോലും പറ്റില്ല. കാരണം അതിന് നടുവിൽ വെളുത്തുള്ളി വെച്ചത് കൊണ്ട്. ആ വീഡിയോ ഒരു പ്രൂഫാണ് വെളുത്തുള്ളിക്ക് എത്ര പവർ ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. സോ ജസ്റ്റ് റിലാക്സ് ആൻഡ് വാച്ച് ആൻഡ് ഡു കമൻറ്റ്.